വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും ഏറെ സന്തോഷത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന ദൈവവചനം യെശയ്യായുടെ പുസ്തകം 58-ാമത്തെ അധ്യായം 9-ാം തിരുവചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു: നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. നിലവിളിക്കുമ്പോൾ മറുപടി നൽകുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഏറെ നല്ല രീതിയിൽ പ്രാർത്ഥനാ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു ചേച്ചിയുമായി സംസാരിക്കാനിടയായി. തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഉൾനാട പ്രദേശത്ത് ജീവിക്കുന്ന ഈ ചേച്ചിയുമായി സംസാരിച്ചപ്പോൾ ഏറെ ചെറുപ്പത്തിലെ ഭർത്താവ് നഷ്ടപ്പെട്ട് 2 കുഞ്ഞുങ്ങളുമായി ചേച്ചി ജീവിച്ച കാലഘട്ടത്തെക്കുറിച്ച് വായ് തോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. മൂത്ത പെൺകുട്ടി 8 വയസ്സായപ്പോൾ മുതൽ ആർത്രൈറ്റിസ് രോഗത്തിന് അടിമയായിരുന്നു. ഈ പെൺകുട്ടി ഉണർന്നാലുടൻ കൈയും കാലും ഒന്നും വഴങ്ങില്ല, ഏറെ വേദനയോടെ കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം ഏകദേശം മുടങ്ങുമെന്നുള്ള ഒരു ഘട്ടത്തിലായി തീരുകയും ചെയ്തു. ഒരു ഗ്രാമത്തില്, ഏകദേശം ചേരി പ്രദേശം എന്ന് പറയാം, ആ സ്ഥലത്ത് കൊണ്ടുപോയി എന്നെ കാണിച്ചു തരികയുണ്ടായി. ഓലമേഞ്ഞ ടാർപോളിൻ കൊണ്ട് ചുറ്റിനും മറച്ച ഏകദേശം ഒരു ഒറ്റമുറി അടുക്കള വീട്ടിലാണ് ഈ ചേച്ചി 4 വർഷങ്ങളോളം പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുമായി താമസിക്കുകയുണ്ടായത്. ചേച്ചിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, ഭർത്താവ് ഒരു ആക്സിഡന്റിൽപ്പെട്ട് മരണമടഞ്ഞതിന് ശേഷം വീട്ടുകാരുടെ ഒന്നും സഹായം അധികം ലഭിച്ചിരുന്നില്ല. ഒരു പ്ലാസ്റ്റിക് കമ്പനിയിൽ ചെറിയ ഒരു ജോലി, അതിന് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ചേച്ചിയും ഈ 2 മക്കളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മൂത്ത പെൺകുട്ടിയാണ് 8 വയസ്സുള്ള ഈ ആർത്രൈറ്റിസ് ബാധിച്ച പെൺകുട്ടിയെ കൂടെ സംരക്ഷിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ 7:30 ജോലിക്ക് പോകുന്ന ചേച്ചി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഏകദേശം സന്ധ്യ മയങ്ങിയിരിക്കും. അതിനുശേഷമാണ് അത്യാവശ്യം വീട്ടുജോലികളും ചെറിയ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ജോലി സ്ഥലത്തുകൂടെ പ്രതിസന്ധി ചെറിയ രീതിയിൽ അനുഭവപ്പെടാൻ തുടങ്ങിയപ്പോൾ, അവഗണനയും തിരസ്കരണവും എല്ലാം ഏറിയപ്പോൾ, ഈ കുഞ്ഞിന്റെ രോഗ ചികിത്സയ്ക്കായി പണം കണ്ടെത്താനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയപ്പോൾ, കരയുന്ന കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് വൈകിട്ട് ഉറങ്ങാൻ കിടക്കുന്ന ദിവസങ്ങളിലെല്ലാം 3 മണി വെളുപ്പിന് ഉണർന്ന് അവിടെ ഒരു പ്രാർത്ഥന മുറി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പ്രാർത്ഥന സാഹചര്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ചെറിയ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ തിരുഹൃദയത്തിൻ്റെ രൂപവും നിത്യസഹായ മാതാവിൻ്റെ രൂപവും അതിനു മുമ്പിൽ തിരി തെളിച്ചിട്ട് 2 കുട്ടികളും സുഖമായി ഉറങ്ങുന്ന സമയത്ത് ചേച്ചി പറയുകയാണ്, രാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിക്കും. പ്രാർത്ഥന എന്നൊന്നും അതിനെ വിളിക്കാൻ പറ്റില്ല, നിലവിളി എന്നാണ് അതിനെ വിളിക്കാൻ സാധിക്കുന്നത്. പതിയെ കണ്ണു നിറഞ്ഞു ഒഴുകാൻ തുടങ്ങും. അതിനുശേഷം ശബ്ദമൊക്കെ ഇടറാൻ തുടങ്ങും. ഏങ്ങലടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. അതിൻ്റെ അവസാനം ഉച്ചത്തില് നിലവിളിച്ച് കരഞ്ഞുള്ള പ്രാർത്ഥനയിൽ ചെന്ന് അത് അവസാനിക്കാറാണ് പതിവ്.
നല്ല വെളുപ്പാൻ കാലമായതുകൊണ്ടും കുട്ടികൾ സുഖമായി ഉറങ്ങുന്നതുകൊണ്ടും ആരും ഇത് ശ്രവിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ടും നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ ചേച്ചിക്ക് യാതൊരു മടുപ്പും തോന്നിയിരുന്നില്ല. ഇത് നമ്മൾ ഇഷ്ടപ്രകാരം നിലവിളിക്കുന്നതല്ല, സങ്കടങ്ങളുടെ തീഷ്ണതയിൽ നിലവിളി തന്നെ ഉയരുന്നതാണ്. നമുക്കറിയാവല്ലോ, നിലവിളി എന്ന് പറഞ്ഞാൽ തന്നെ നില ഇല്ലാതായവന്റെ വിളി എന്നാണ് അർത്ഥം. നിൽക്കാൻ സാധിക്കാത്തവന്റെ വിളി മറ്റുള്ളവരെ ആശ്രയിച്ചും അവരെ നോക്കിയും ഒന്നും ആയിരിക്കില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുള്ള ഒരു പ്രാർത്ഥന അത് ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. അധരത്തിൽ നിന്നുള്ള പ്രാർത്ഥനയും ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയും വ്യത്യാസം ഉള്ളതാണല്ലോ. ചേച്ചി പറയുകയാണ്, അങ്ങനെ എത്ര നാൾ നിലവിളിച്ചു എന്നെനിക്കറിയില്ല. ഒരു ചെറിയ പ്രെയർ ഗ്രൂപ്പ് ഉണ്ട്. പള്ളിയിൽ പോയാൽ പള്ളിയുടെ ഏറ്റവും പുറകുഭാഗത്തായിട്ട് ചേച്ചി നിൽക്കും. കാരണം കുർബാനയിൽ സംബന്ധിക്കുമ്പോഴും ആരാധന കൂടുമ്പോഴും എല്ലാം നിലവിളി ശബ്ദം ഉയരാനുള്ള സാധ്യതയുണ്ട്. കുറഞ്ഞ പക്ഷം ഏങ്ങലടിയെങ്കിലും അടുത്ത് നിൽക്കുന്നവർ ശ്രദ്ധിക്കാൻ പാടില്ലല്ലോ എന്നുള്ള ചിന്തയാലാണ് പള്ളിയുടെ ഏറ്റവും പുറകുഭാഗത്തായിട്ട് സാഷ്ടാംഗം പ്രണമിച്ച് കിടന്ന് ഏങ്ങലടിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ചേച്ചി. പ്രിയപ്പെട്ടവരെ, 13 വയസ്സ് കഴിഞ്ഞ സമയത്ത് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാനായി ചേച്ചിയും 2 പെൺകുട്ടികളും പോവുകയുണ്ടായി. ആ ധ്യാനത്തിൽ വെച്ച് അത്ഭുതകരമായി ഇളയ പെൺകുട്ടിയുടെ ആർത്രൈറ്റിസ് എന്ന രോഗം പൂർണ്ണമായും സുഖപ്പെട്ടു. ഇന്ന് 2 പെൺമക്കളെയും വിവാഹം കഴിച്ചയച്ചതിന് ശേഷം ഒരു ചെറിയ ധ്യാന കേന്ദ്രത്തിൽ കൗൺസിലിങ്ങും മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെയായി ചേച്ചി കഴിയുന്നു. ദൈവാനുഗ്രഹത്താൽ പെൺകുട്ടികൾ ഏകദേശം പ്രായപൂർത്തിയായപ്പോഴേക്കും പള്ളിയിൽ നിന്നും ഇടപെട്ട് കുറച്ച് സുമനസ്സുകളുടെ സഹായത്തോടെ 2 മുറി വാർക്ക വീട് 3 സെന്റ് സ്ഥലത്തില് വച്ച് സുരക്ഷിതത്വത്തോടെ കഴിയാനും ആ പെൺകുട്ടികളുടെ കല്യാണം കഴിച്ചയക്കാനും ചേച്ചിക്ക് സാധിക്കുകയുണ്ടായി. ചേച്ചി ഇതെല്ലാം പറഞ്ഞിട്ട് ചുരുക്കി പറഞ്ഞു, മോളെ, നിലവിളിച്ചുള്ള പ്രാർത്ഥന കർത്താവിൻ്റെ ചെവിയിൽ എത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ ജീവിതം തന്നെ അതിന് ഉദാഹരണമാണ്. ചെറുപ്പകാലത്ത് കരയുകയോ ഉറക്കെയൊന്ന് പ്രാർത്ഥിക്കാനോ കൈ കൊട്ടാനോ ഒക്കെ അതെല്ലാം ഒരുവിധം അപമാനമായി കരുതിയിരുന്ന ചേച്ചി പറയുകയാണ്, കഷ്ടപ്പാടുകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുമ്പോൾ ആരാണ് അടുത്ത് നിൽക്കുന്നതെന്ന് പോലും ഉള്ള ബോധമില്ലാതെ കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ച് നാം പ്രാർത്ഥിച്ചു പോകും. ആ പ്രാർത്ഥന ഒരിക്കലും ഈശോയ്ക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നിലവിളിയുടെ ശബ്ദം കർത്താവ് എങ്ങനെ ശ്രദ്ധിച്ച് മറുപടി നൽകും എന്ന് ഇതുമായി ബന്ധപ്പെട്ട ഏതാനും വചനങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. ബൈബിളില് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള വചനങ്ങൾ നമുക്ക് ഏവർക്കും സുപരിചിതമാണല്ലോ. വചനം ഇതാണ്: 2 അന്ധന്മാർ വഴിയരികിൽ നിന്ന് യേശുവിനെ നിലവിളിച്ച് അപേക്ഷിച്ച കാര്യമാണ്. ഇത്രയും വചനങ്ങൾക്കിടയിൽ 2 പ്രാവശ്യം ഉച്ചത്തിൽ നിലവിളിച്ചു എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. 29-ാം വചനം: അവൻ ജെറീക്കോയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യേശു ആ വഴി കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ വഴിയരികിലിരുന്ന 2 അന്ധന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. ജനത്തിന്റെ റെസ്പോൺസ് എന്തായിരുന്നു എന്ന് അടുത്ത വചനം പറയുന്നുണ്ട്. മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം അവരെ ശാസിച്ചു. അടുത്ത വചനം വീണ്ടും പറയുന്നു, അവരാകട്ടെ, കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു. കാരണം അന്ധന്മാർക്കുള്ള ഏക അത്താണിയായിരുന്നു യേശു. യേശു കടന്നു പോയി കഴിഞ്ഞാൽ തങ്ങൾക്ക് സൗഖ്യം ലഭിക്കുകയില്ലെന്നും അന്ധത കൊണ്ട്
തങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്നും പൂർണ്ണ ബോധ്യമുള്ളവർ കർത്താവ് അടുത്തെത്തുമ്പോൾ ഉച്ചത്തിൽ നിലവിളിക്കും. അത് കർത്താവിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി മാത്രമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 50 പേരുണ്ടെങ്കിൽ അതിൽ ആരെങ്കിലും ഒരാള് വേറെ ഉച്ചത്തിൽ ടീച്ചർ എന്ന് വിളിച്ചാൽ ഒരു ടീച്ചർ തിരിഞ്ഞു നോക്കുക തന്നെ ചെയ്യും. അപ്പം ഒരു ജനക്കൂട്ടം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഉച്ചത്തിൽ നിലവിളിക്കുന്നവരെ കർത്താവ് പ്രത്യേകം ശ്രദ്ധിക്കും എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലായി. വീണ്ടും യേശു അവിടെ നിന്ന് അവരെ വിളിച്ചു ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈശോ ഒന്ന് കേൾക്കാൻ കാതോർത്തിരുന്ന ഇവർ വിളിച്ചു പറഞ്ഞു. അവർ പറഞ്ഞു, കർത്താവെ, ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം. യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി. അവരും അവനെ അനുഗമിച്ചു. ഇതാണ് വചനം പറയുന്നത്. ഉച്ചത്തിൽ നിലവിളിക്കുന്നവർ ജനക്കൂട്ടം തടസ്സം സൃഷ്ടിച്ചാൽ പോലും കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവരുടെ ഏക ലക്ഷ്യം തങ്ങളുടെ നിലവിളി അഥവാ പ്രാർത്ഥന കർത്തൃസന്നിധിയിൽ എത്തണം എന്നതല്ലേ. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏതാനും വചനങ്ങളിലേക്ക് കടക്കാം. ഏതെല്ലാം അവസരത്തിൽ ഒരാൾ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അത് നിസ്സഹായന്റെ ഒരു പ്രാർത്ഥനയാണെങ്കിൽ, അത് നന്മയായിട്ടുള്ള ഉദ്ദേശശുദ്ധിയോടെയുള്ള പ്രാർത്ഥനയാണെങ്കിൽ തീർച്ചയായും ദൈവം അത് ശ്രവിക്കും. മനുഷ്യരായ നാം ആരെങ്കിലും ഉറക്കെ കരഞ്ഞു നിലവിളിക്കുന്ന കണ്ടാൽ തീർച്ചയായും നമുക്ക് പരിചയമുണ്ടോ ഇല്ലയോ എന്നൊന്നും ശ്രദ്ധിക്കില്ല. അവിടെ പോയി എന്താണ് പ്രശ്നം, എന്താണ് വേണ്ടത് എന്ന് ചോദിക്കാറില്ലേ? മനുഷ്യരായ നമുക്ക് ഇത്രയും അലിവുണ്ടെങ്കിൽ തീർച്ചയായും കർത്താവ് നമ്മുടെ നിലവിളി കേട്ടാൽ ഉത്തരം തരാതിരിക്കുമോ? നമുക്ക് വചനങ്ങളിലേക്ക് കടന്നു നോക്കാം. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. നിലവിളി ഉയരുമ്പോൾ മർദ്ദകരുടെ കരങ്ങളിൽ നിന്ന് അത്ഭുതകരമായി ഈജിപ്തുകാരെ രക്ഷിക്കുന്ന ഈശോയെ നമുക്കവിടെ കാണാൻ സാധിക്കും. വീണ്ടും നിയമാവർത്തന പുസ്തകം 26-ാം അധ്യായം 7-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് ഞങ്ങളുടെ നിലവിളി കേട്ടു. ഞങ്ങൾ അനുഭവിക്കുന്ന നിന്ദയും ക്ലേശവും മർദ്ദനവും അവിടുന്ന് കണ്ടു. വീണ്ടും ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 7-ാം തിരുവചനം, നിങ്ങൾ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേല്യരുടെയും ഈജിപ്തുകാരുടെയും ഇടയിൽ അന്ധകാരം വ്യാപിപ്പിച്ചു. കർത്താവിന് ആ പ്രശ്നത്തിൽ ഇടപെടാൻ പല വഴികളുണ്ട്. പക്ഷെ നിലവിളി കർത്താവിന്റെ കാതുകളിൽ എത്തിയാൽ, നിലവിളിയോടെയുള്ള അപേക്ഷ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ തീർച്ചയായും ദൈവം ഉത്തരം നൽകും എന്നാണ് ഇത് പറയുന്നത്. 2 സാമുവേൽ 22-ാം അധ്യായം 7-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എന്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തന്റെ ആലയത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. എന്റെ നിലവിളി അവിടുത്തെ കാതുകളിൽ എത്തി. കർത്താവിന്റെ കാതുകൾ ഒരിക്കലും അടച്ചു വെക്കാറില്ല. ഭക്തരുടെ നിലവിളിക്ക് നേരെ തുറന്ന കാതുകളാണ് ഈശോയ്ക്കുള്ളത്. വീണ്ടും എസ്തറിന്റെ പുസ്തകം 20-ാം അധ്യായം 9-ാം വചനം ഇങ്ങനെ പറയുന്നു, എന്റെ ജനമാകട്ടെ ദൈവത്തോട് നിലവിളിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്ത ഇസ്രായേലാണ്. കർത്താവ് തന്റെ ജനത്തെ രക്ഷിച്ചിരിക്കുന്നു. ജോബിന്റെ പുസ്തകം 29-ാം അധ്യായം 12-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, എന്തെന്നാൽ നിലവിളിക്കുന്ന ദരിദ്രനെയും നിരാശ്രയനായ അനാഥനെയും ഞാൻ രക്ഷിച്ചു. ദരിദ്രർക്കും അനാഥർക്കും ആശ്രയമാകുന്നത് കർത്താവ് തന്നെയല്ലേ. ജോബിന്റെ പുസ്തകം വീണ്ടും 34-ാം അധ്യായം 28-ാം വചനം ഇങ്ങനെ പറയുന്നു, ദരിദ്രരുടെ നിലവിളി അവിടുത്തെ സന്നിധിയിലെത്തി. പീഡിതരുടെ കരച്ചിൽ അവിടുന്ന് ശ്രവിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ,
നിലവിളി കേട്ട് ഉത്തരമരുളുന്ന കർത്താവിനെയാണ് നാം ഈ വചനങ്ങളിലൂടെ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും സങ്കീർത്തനങ്ങൾ 5-ാം അധ്യായം 2-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ രാജാവേ, എൻ്റെ ദൈവമേ, എൻ്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ, അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് എപ്പോഴും അറിയാം, നിലവിളിച്ചൊരാള് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഉപേക്ഷിക്കപ്പെട്ടു എന്ന ബോധ്യം വരുമ്പോഴാണ്. അപ്പൊ പറയാണ്, എൻ്റെ കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങയോടാണല്ലോ, അങ്ങല്ലാതെ എനിക്ക് വേറെ അഭയമില്ലല്ലോ എന്ന് ഏറ്റു പറയുകയാണ്. വീണ്ടും സങ്കീർത്തനങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 1-ാം വചനം ഇങ്ങനെ പറയുന്നു: കർത്താവെ, എൻ്റെ ന്യായം കേൾക്കണമേ, എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ, നിഷ്കപടമായ എൻ്റെ അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രവിക്കണമേ. ദുഃഖഭാരം ഏറുമ്പോഴാണ് ഇങ്ങനത്തെ പ്രാർത്ഥന ഉയരുന്നത്. സങ്കീർത്തനം 18:6 ഇങ്ങനെ പറയുന്നു: കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിൽ എത്തി. വീണ്ടും സങ്കീർത്തനം 22 5-ാം വചനം ഇങ്ങനെ പറയുന്നു: അങ്ങയോട് അവർ നിലവിളിച്ചപേക്ഷിച്ചു, അവർ രക്ഷപ്പെട്ടു, അങ്ങയെ അവർ ആശ്രയിച്ചു, അവർ ഭഗ്നാശരായില്ല. കർത്താവിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ച് നിലവിളിച്ചപേക്ഷിച്ച് കാത്തിരിക്കുന്നവരുടെ കാര്യത്തിൽ കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം 2-ാം വചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്യും. ഏറെ രോഗികള് രോഗത്താൽ മരണഭയം ഏറുമ്പോഴും, രോഗത്താൽ വേദന സഹിക്കാതെ ആകുമ്പോഴും, രോഗത്താൽ വലയുമ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിച്ചപേക്ഷിക്കാറുണ്ട്. ഒരു ധ്യാനം കൂടുമ്പോൾ, ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളുടെ തീഷ്ണത അനുസരിച്ചാണ് നിലവിളിയുടെ ശബ്ദം ഉയരുന്നത്. ചുറ്റിനും ആരൊക്കെ ഉണ്ടെന്നോ അവർ എന്ത് വിചാരിക്കുമെന്നോ ഒന്നും ഒരു ലക്ഷ്യമുള്ള വ്യക്തിക്ക് പ്രശ്നമല്ല എന്നതാണ് വാസ്തവം. സങ്കീർത്തനം 34:6 വീണ്ടും ഇങ്ങനെ പറയുന്നു: കർത്താവെ, എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. എളിയവൻ വിനയത്തോടെ താഴ്മയോടെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ നിലവിളിക്ക് തീർച്ചയായും അവിടെ ഉത്തരം ലഭിച്ചിരിക്കും. വീണ്ടും സങ്കീർത്തനങ്ങളുടെ പുസ്തകം 39-ാമത്തെ അധ്യായം 12-ാം വചനം ഇങ്ങനെ പറയുന്നു: കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ നിലവിളി ചെവിക്കൊള്ളണമേ, ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുതേ. നമ്മുടെ കണ്ണുനീരില് ഒരു തുള്ളി പോലും കർത്താവ് കാണാതെ പോകുന്നില്ല. അതെല്ലാം കുപ്പിയിൽ വെച്ചിരിക്കുന്ന ദൈവം, കുപ്പിയിൽ ശേഖരിച്ചു വയ്ക്കുന്ന ദൈവം തീർച്ചയായും നമ്മുടെ നിലവിളിയെ അവഗണിക്കുകയും ഇല്ല എന്ന് വചനം പറയുന്നു. സങ്കീർത്തനം 40-ാം അധ്യായം 1-ാം വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. ഒരു നിലവിളി ശബ്ദം ദൂരെയാണെങ്കിലും കേൾക്കുമ്പോൾ നാം ചെവി ഓർത്ത് അതിനെ ശ്രവിക്കാറില്ലേ? ഇവിടെ പറയുകയാണ്, നമ്മുടെ ഓരോ നിലവിളിയും ചെവി ചായ്ച്ച് ദൈവം കൃത്യമായി കേൾക്കുന്നുണ്ട് എന്ന്. സങ്കീർത്തനം 61:1-ാം വചനം ഇങ്ങനെ പറയുന്നു: ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. വീണ്ടും സങ്കീർത്തനം 77:1 മനോഹരമായ ഒരു വചനമാണ്: ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും, അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. പല ആളുകളുടെയും പ്രാർത്ഥനാ രീതികൾ വ്യത്യാസമുണ്ടല്ലോ. പക്ഷെ തീക്ഷ്ണമായ ഒരു പ്രാർത്ഥനയാണെങ്കിൽ, ഏറെ ദുഃഖത്തിലും വ്യാകുലത്തിലുമാണെങ്കിൽ അറിയാതെ നാം ഇതിങ്ങനെ ഉരുവിട്ടു പോകും. മരണം ഒക്കെ സംഭവിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ രോഗം ബാധിക്കുന്ന സമയത്ത് ആരെല്ലാം നിൽക്കുന്നെന്നോ അവരെന്ത് വിചാരിക്കുമെന്നോ അവരാണ്
ഇതെല്ലാം ശ്രവിക്കാൻ പോകുന്നെന്നോ ഒന്നും നാം ചിന്തിക്കില്ല. കാരണം നമ്മുടെ നിലവിളി എന്ന് പറയുന്നത് കർത്താവിനെ ലക്ഷ്യമാക്കിയുള്ളതാണെങ്കിൽ തീർച്ചയായും ജനങ്ങൾ ശ്രവിച്ചില്ലെങ്കിലും കർത്താവ് അത് ശ്രവിച്ചിരിക്കും. സങ്കീർത്തനം 119:47 ഇങ്ങനെ പറയുന്നു: അതിരാവിലെ ഞാൻ ഉണർന്ന് സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു, ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ദുഃഖത്താല് ഏറെ ആകുലപ്പെട്ടവർക്ക് രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോഴേ ആ വലിയൊരു പ്രശ്നമായിരിക്കും, ദുഃഖമായിരിക്കും മുമ്പില്. ഒരു നിലവിളിയോടെ ആയിരിക്കും അവരുടെ ഒരു ദിവസത്തെ പ്രാർത്ഥന ആരംഭിക്കുന്നതും. സങ്കീർത്തനം 142:6 ഇങ്ങനെ പറയുന്നു: എന്റെ നിലവിളി ശ്രദ്ധിക്കണമേ, എന്തെന്നാൽ ഞാൻ അങ്ങേയറ്റം തകർക്കപ്പെട്ടിരിക്കുന്നു. പീഡിപ്പിക്കുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, അവർ എന്റെ ശക്തിക്ക് അതീതരാണ്. ഇസ്രായേൽ ജനം പല പ്രാവശ്യം നിലവിളിച്ചപേക്ഷിക്കുന്നതെല്ലാം തങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങളും പ്രശ്നങ്ങളും വന്നപ്പോഴാണ്. എപ്പോഴെല്ലാം നിലവിളിച്ചപേക്ഷിച്ചോ അപ്പോഴെല്ലാം കർത്താവ് അവരെ രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 13 സൂസന്നയുടെ കാര്യമാണ് പറയുക. സൂസന്ന നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ 44 ഇങ്ങനെ പറയുന്നു: കർത്താവ് അവളുടെ നിലവിളി കേട്ടു. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ദാനിയേലിലെ പരിശുദ്ധാത്മാവിനെ കർത്താവ് ഉണർത്തി സൂസന്നയെ രക്ഷിച്ചു എന്ന് നമുക്കേവർക്കും അറിയാം. വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 14:30 അതിലെ ശിഷ്യന്മാർ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു: കർത്താവെ രക്ഷിക്കണേ. കർത്താവ് തൊട്ടു മുമ്പിലുണ്ട്. വെള്ളത്തിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ഭയപ്പെടുമ്പോൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 27:46 ഇങ്ങനെ പറയുന്നു: 9 മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു: ഏലി ഏലി ലമാ സബക്താനി, അതായത് എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. ഏറ്റവും മഹത്തായ പ്രാർത്ഥനയുടെ ഉദാഹരണം മനുഷ്യരൂപമെടുത്ത യേശു കുരിശുമരണ സമയത്ത് എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ അങ്ങ് ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചെങ്കിൽ നാം ഒക്കെ എത്രയോ പരീക്ഷണ ഘട്ടങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നിലവിളിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്: എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു. യേശു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ യേശുവിനെ ശക്തിപ്പെടുത്താൻ ദൂതനെ അയച്ചതുപോലെ നാം നിലവിളിച്ചപേക്ഷിക്കുമ്പോൾ അതിന് ഉത്തരവുമായി നമ്മുടെ കർത്താവ് തൊട്ടരികിൽ തന്നെ ഉണ്ടാവും. ഇനിയും മറ്റൊരു തരം നിലവിളി കൂടെ നമ്മളിൽ നിന്ന് ഉയരേണ്ടതാണ്. പാപത്താല് യേശുവിനെ വേദനിപ്പിക്കുമ്പോഴും നിലവിളിച്ച് ക്ഷമാപണം നടത്താവുന്നതാണ്. ഒരു വചനം അങ്ങനെയും പറയുന്നുണ്ട്. 1 സാമുവേൽ 12:10 ഇങ്ങനെ പറയുന്നു: ഇസ്രായേൽ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തു പോയി, കർത്താവിനെ ഉപേക്ഷിച്ച് ബാലിനെ ആരാധിച്ചു. എന്നാൽ ഇപ്പോൾ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. പാപം ചെയ്താലും നിലവിളിച്ച് മാപ്പപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ആ നിലവിളിയും കർത്താവിന്റെ സന്നിധിയിലെത്തും. അതേസമയം ദരിദ്രനെയും പാവപ്പെട്ടവരെയും നാം ഏതെങ്കിലും കാരണവശാൽ ഞെരുക്കാനിടയായാൽ അവരുടെ നിലവിളിയും കർത്താവിന്റെ ചെവിയിലെത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ പ്രവർത്തന മേഖലകളെ എല്ലാം ക്രമപ്പെടുത്താൻ ഈ വചനങ്ങളെല്ലാം നമ്മെ സഹായിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. യാക്കോബിന്റെ ലേഖനം 5:4 നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചുവെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി കർത്താവിന്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. പാവപ്പെട്ടവരുടെ നിലവിളി തീർച്ചയായും കർത്താവിന്റെ സന്നിധിയിൽ എത്തും എന്നാണ് ഈ വചനങ്ങളെല്ലാം നമ്മോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു വചന ശുശ്രൂഷയുടെ
ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. നിലവിളിച്ചുള്ള പ്രാർത്ഥന ദൈവം നിരസിക്കുകയില്ല എന്നാണ് ഈ വചനങ്ങളെല്ലാം നമ്മോട് സംസാരിച്ചത്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പലരും പ്രാർത്ഥനയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവും. കർത്താവിനെ കാത്തിരിക്കുന്ന ആരും നിരാശപ്പെടുകയില്ല എന്നാണ് ഈ വചനങ്ങളിലൂടെ ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനം. നമുക്ക് നമ്മളുടെ പ്രാർത്ഥനകളെ അല്പം കൂടെ തീക്ഷ്ണമാക്കാം. നിലവിളിച്ച് നമ്മുടെ കാര്യങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ആത്മാർത്ഥതയോടെ എന്ന് അവതരിപ്പിക്കാൻ സാധിക്കുന്നു, തീർച്ചയായും ദൈവം ചെവി ചായ്ച്ച് നമ്മളുടെ നിലവിളി കേൾക്കും എന്ന് ഈ വചനങ്ങളിലൂടെ ഉറപ്പ് തന്നിരിക്കുകയാണ്. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ആശ്വാസം പകരുന്ന ഒന്നായി തീരട്ടെ ഈ വചനങ്ങൾ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയിലേക്ക് കടക്കാം. നിലവിളിക്കാൻ ഉതകുന്ന രീതിയിലുള്ള നമ്മളുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും എല്ലാം ഈ സമയം ദൈവത്തിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ ശക്തനായ യേശുവേ, ഈ സമയമെല്ലാം കർത്താവെ അങ്ങ് ഞങ്ങളോട് വചനത്തിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ ഒരു നിലവിളി പോലും പാഴായി പോവില്ലെന്ന് അങ്ങ് വചനത്തിലൂടെ ഞങ്ങൾക്ക് ഉറപ്പ് തന്നതിനെ കുറിച്ച് ഓർത്ത് സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഈശോ, ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പല വിധത്തിലുള്ള പ്രശ്നങ്ങളാൽ ഭാരപ്പെട്ട് കർത്താവെ ആരും കാണാതെ കണ്ണീരൊഴുക്കി നിലവിളിച്ച് കരയുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ കരുണ നിറഞ്ഞ കരം അങ്ങ് വയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് ഇത്ര നാളും അത്ഭുതങ്ങൾ ചെയ്ത പോലെ മനുഷ്യന്റെ വേദനയും ദുഃഖവും കർത്താവെ അങ്ങേ അലിവുള്ളവനാക്കി തീർക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോയെ, എന്തെല്ലാം നിയോഗങ്ങളോടെയാണോ ഇത് കൂടിക്കൊണ്ടിരിക്കുന്നത് കർത്താവെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും നിലവിളിയും കണ്ണീരും കർത്താവെ അങ്ങ് കാണണമേ, അങ്ങ് അവർക്ക് ഉത്തരം കൊടുക്കണമേ. അങ്ങ് വചനത്തിലൂടെ പറഞ്ഞ പോലെ തന്നെ കർത്താവെ അങ്ങ് ചെവി ചായച്ച് അവർക്ക് ഉത്തരം അരുളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഒരിക്കൽ കൂടി കർത്താവെ നിലവിളിക്കുന്ന ദരിദ്രനെയും അഗതിയെയും കർത്താവെ അങ്ങ് കാണണമേ, അങ്ങ് ഉത്തരം കൊടുക്കണമേ. ഈശോയെ, നിലവിളിക്കുന്നത് പോലെയുള്ള ഞങ്ങളുടെ ഹൃദയഭാരവും ദുഃഖവും അങ്ങ് ഏറ്റെടുക്കണമേ. സങ്കീർത്തനം 55:22, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും, നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് അനുവദിക്കില്ല. ഈശോയെ, അങ്ങിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ അഭയം. അങ്ങിൽ ആശ്രയിച്ച് ആരും നാശരായി പോയിട്ടില്ലല്ലോ. അമ്മേ മാതാവേ, നിലവിളിക്കുന്ന മക്കളുടെ മേൽ ഈശോയോട് ശക്തമായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത്